പ്രധാനമന്ത്രി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും വിവാദവും ചൂടുപിടിക്കുകയാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ റിപ്പോർട്ടിനൊപ്പം ചേരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന്, അതിനെ തുടർന്ന് പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നു. എന്നാണ് അതിലൊരു പ്രതികരണം മന്ത്രിയുടെ? ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇത്രയും കാലം നടത്തിയിരുന്ന കള്ളപ്രചരണങ്ങൾ, ആ കള്ളപ്രചരണങ്ങൾ തകർന്നടിയുന്നതിലുള്ള നിരാശയും ജാള്യതയുമാണ് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് ഈ തരത്തിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ബിനോയ് വിശ്വമടക്കം ചോദിക്കുന്നത് RSSന്റെ പ്രത്യയ ശാസ്ത്രം വായിച്ചാൽ ബിഷപ്പുമാർ പോകില്ലായിരുന്നു എന്നാണ്. ബിഷപ്പുമാര് കമ്മ്യൂണിസവും ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും വായിച്ചിരുന്നുവെങ്കിൽ ആ ബിഷപ്പുമാര് ഇവരോടൊക്കെ എങ്ങനെ പ്രതികരിക്കുമായിരിക്കുമോ എന്നുകൂടി കമ്മ്യൂണിസ്റ്റുകാരൊന്ന് പറയണം. ഈ വിരുന്നിനെ രാഷ്ട്രീയമായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാറ്റിനെയും രാഷ്ട്രീയമായിട്ട് കാണുന്നവരാണ്. മതത്തെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കലർത്തരുത് എന്ന് പരസ്യമായിട്ട് പറയും, എന്നിട്ട് രഹസ്യമായിട്ട് മതപുരോഹിതന്മാരുടെ പിന്തുണ നേടും. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഈ രാജ്യത്തെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. 140 കോടി ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്. എല്ലാ മതപുരോഹിതന്മാരും ഉൾപ്പെടെയുള്ള ആളുകളെ, അവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ ഭരണഘടനാപരമായിട്ട് തന്നെ ചുമതലയുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നതിനെ BJPക്ക് പിന്തുണ നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റിദ്ധരിക്കുന്നത് അവരുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. മുസ്ലിം നേതാക്കളെയും ആ നിലയ്ക്ക് ക്ഷണിക്കുമോ എന്നൊരു ചോദ്യം കൂടി വരുന്നു. മുസ്ലിം നേതാക്കന്മാരുമായിട്ടും ധാരാളം കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട്. മുസ്ലിം നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, ആ കൂടിക്കാഴ്ചകളെ കുറിച്ച് ഇപ്പോ അവർക്ക് ഓർമ്മ വരാത്തത് അത് അവർ ബോധപൂർവം അവരുടെ ചെറിയൊരു മറവി രോഗം കൊണ്ടാണ്.